TCS നാസിക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ തീർച്ചയായും പല വിധത്തിലുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുമാത്രമല്ല, നിരവധി ഇരട്ടപ്പേരുകൾ നൽകപ്പെടുമെന്നും എനിക്കറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയാകാം 10,000-ഓ 20,000-ഓ ശമ്പളത്തിന് അവർ കോർപ്പറേറ്റ് ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ കോർപ്പറേറ്റ് ലോകം നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ആ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും തകർക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ, അത് എത്രത്തോളം വലിയ അപകടകരമാണെന്ന് ഇന്നത്തെ TCS ഇഷ്യൂ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. TCSന്റെ തലവന്മാർ വളരെ പരിഭ്രാന്തരായി തങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരം കാര്യങ്ങളോട് സീറോ ടോളറൻസ് ആണെന്നും ഇത്തരം ഒരു തെറ്റ് TCSൽ വേറെ എവിടെയും ആവർത്തിക്കില്ലെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനോടകം നിരവധി പേർ അറസ്റ്റ് ആയിട്ടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അവളാണ് അവിടെ HR ആയി ജോലി ചെയ്തിരുന്ന നിദ ഖാൻ. ഇവിടെ ലവ് ജിഹാദാണോ നടക്കുന്നത്, അതോ ഗ്രൂമിംഗ് ഗാങ്ങുകൾ വലിയ രീതിയിൽ കളിച്ചിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ? ഇതിനുമപ്പുറം കോർപ്പറേറ്റ് ലോകത്തിന്റെ മറ്റൊരു മുഖം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നാം കാണാൻ പോകുന്നത്. TCS നാസിക് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ എവിടെയോ ഉള്ള ഒരു BPO സ്ഥാപനം. നമ്മൾ ഈ കോൾ സെന്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ഥാപനമാണ്. ഈ കോൾ സെന്ററിൽ 2022 മുതൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് ഇത് പുറം ലോകം അറിയുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ്. ഫെബ്രുവരി മാസത്തിൽ ഒരു അച്ഛനും അമ്മയും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഒരു പരാതി നൽകുകയും ചെയ്തു. പരാതി സ്വീകരിച്ച് വായിച്ചു നോക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ആ മാതാപിതാക്കൾ പറയുന്നു, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളുടെ മകൾ വളരെ നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് അവൾ ഇസ്ലാം മതവിശ്വാസിയെ പോലെ നോമ്പ് നോക്കാൻ തുടങ്ങുന്നു. നോമ്പ് നോക്കുന്നത് ഒരു വലിയ പ്രശ്നമല്ല, എന്നാൽ അവളുടെ സ്വഭാവം പൂർണ്ണമായി മാറിപ്പോയിരിക്കുന്നു. അവൾ ഹിജാബ് ധരിക്കണമെന്ന് വാശി പിടിക്കുന്നു. കൂടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നും അവൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണെന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ട്. അതായിരുന്നു അവരുടെ പരാതി. അതുകൊണ്ട് താൻ മകളോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ആ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞു. മാതാപിതാക്കളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ അവിടെ എന്തോ വലിയ തെറ്റ് നടക്കുന്നുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി. ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അതിനാൽ അവർ മഫ്തിയിൽ സാധാരണ രീതിയിലല്ല TCS ഓഫീസിനുള്ളിൽ അടിച്ചു വരാൻ നിൽക്കുന്ന സ്വീപ്പർമാരെ പോലെ 2 കോൺസ്റ്റബിൾമാരെ അവിടേക്ക് അയച്ചു. ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനെ വേഗമായി ഒരു ജോലി നൽകി അതേ TCS ക്യാമ്പസിനുള്ളിലേക്ക് അയച്ചു. ഉള്ളിൽ പ്രവേശിച്ച് ഒരു മാസം അവർ എന്താണ് ചെയ്തത്? എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം 40-ലധികം CCTV ദൃശ്യങ്ങൾ അവർ കൈവശപ്പെടുത്തി. അവിടെയുള്ള സഹപ്രവർത്തകരുമായി സംസാരിച്ചു. ആ ക്യാമ്പസിനുള്ളിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെന്ന് അവർ കണ്ടെത്തി. ഇത് വെറുമൊരു സാധാരണ വിഷയമായിരുന്നില്ല. ആരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായി മാറുന്നത് ആരാണെന്ന് നോക്കിയാൽ ഡാനിഷ്. പേര് കേൾക്കുമ്പോൾ നല്ലതാണ് അല്ലേ? എന്നാൽ അവനൊരു സർനെയിമുണ്ട്, ഷെയ്ഖ്. ഞാനിവിടെ പരാമർശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും 30 വയസ്സിന് മേലെ പ്രായമുണ്ട്. ഡാനിഷ് ഷെയ്ഖ് എന്ന ആൾക്ക് 34-35 വയസ്സ് പ്രായമുണ്ടാകുമെന്ന് പറയുന്നു. ഈ ഡാനിഷ് ഷെയ്ഖിനെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ 20-25 വയസ്സുള്ള പെൺകുട്ടിയുണ്ടല്ലോ, അതായത് ആ ജോലിക്ക് പോകണ്ട എന്ന മാതാപിതാക്കൾ വിലക്കിയ അതേ പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഈ ഡാനിഷ് ഷെയ്ഖ് ബലാത്സംഗം ചെയ്തിരുന്നു. വെറുതെയല്ല, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, മികച്ചൊരു ജീവിതം നൽകാം, ഇവിടെയല്ല വിദേശത്തായിരിക്കും നമ്മുടെ ജീവിതമെന്ന് വ്യാമോഹിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകിയാണ് അവളെ തൻ്റെ കാമത്തിന് അടിമപ്പെടുത്തിയത്. ഇതിൻ്റെ തുടർച്ചയായാണ് ആ പെൺകുട്ടി ഒരു ഇസ്ലാം മതവിശ്വാസിയായി മാറുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും, അതായത് ഹിജാബ് ധരിക്കുന്നതാകട്ടെ, നോമ്പ് നോക്കുന്നതാകട്ടെ, ഇങ്ങനെ മതം മാറാൻ ശ്രമിക്കുമ്പോഴാണ് അവളുടെ മാതാപിതാക്കൾ പോലീസിൽ വിവരമറിയിക്കുന്നതും ഡാനിഷ് ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. ഇതിന് പിന്നിൽ ക്രൂരമായ മുഖങ്ങളുണ്ടെന്ന സത്യം നമുക്ക് നിഷേധിക്കാനാവില്ല. വളരെ ആഡംബരപൂർണമായ മുഖങ്ങളായിരിക്കാം, ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിരിക്കാം, ഏറ്റവും വലിയ പണക്കാരുടെ മുഖങ്ങളായിരിക്കാം. ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നൊക്കെ ഞാൻ തുടർന്ന് വിശദീകരിക്കാം. ആരും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഇങ്ങനെ ഒരു ലോകം നമുക്കിടയിൽ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. മാതാപിതാക്കൾ തീർച്ചയായും ഇത് തിരിച്ചറിയണം. ഇരയായ ഒരു പെൺകുട്ടിയോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മിഡിൽ ക്ലാസ് വീട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. ഈ ഡാനിഷ് എന്നവനെ വിശ്വസിച്ച് അവൾ വഞ്ചിക്കപ്പെട്ടതാണ്. അവൾക്കതെല്ലാം അറിയാമായിരുന്നു. എന്നതിനേക്കാളും ഉപരി അവൻ്റെ അടുത്ത സുഹൃത്തായ മറ്റൊരാളുണ്ട്. അവൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവൻ തൻ്റെ കാമപൂർത്തീകരണത്തിനായി അവളെ ഉപയോഗിക്കാൻ തുടങ്ങി. അവളെ കഠിനമായി പീഡിപ്പിക്കാനും തുടങ്ങി. അവൻ്റെ പേര് തൗഫിക് അത്താർ എന്നാണ്. ഈ തൗഫിക് അത്താറിൻ്റെ പ്രായം 36. നീ ഡാനിഷിന് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എനിക്കും എന്തെങ്കിലും ചെയ്തു തരണം എന്ന രീതിയിൽ സംസാരിച്ച് ആ പെൺകുട്ടിയെ തൻ്റെ വശത്തിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. ഈ കാര്യം പെൺകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ഈ തൗസീഫിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അവൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കാരണം മഫ്തിയിൽ ഇത്രയും കാലം അവിടെ നിന്നുകൊണ്ട് TCS ക്യാമ്പസിനുള്ളിൽ എന്താണ് നടക്കുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഫോൺ പരിശോധിച്ചപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന പല ഹിന്ദു പെൺകുട്ടികളും ഹിജാബ് ധരിക്കുന്ന ഫോട്ടോകൾ ആ ഫോണിൽ ഉണ്ടായിരുന്നു. ആ ഫോൺ പരിശോധിച്ച ഉദ്യോഗസ്ഥർ അവിടെ ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടികളെ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതൊരു സാധാരണ പ്രശ്നമല്ലെന്ന് അവർക്ക് മനസ്സിലായത്.
ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അവർ സംഘടിതമായി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു പണിയാണിത്. നിരവധി പെൺകുട്ടികൾ, ഏകദേശം 14-15 പെൺകുട്ടികൾ ഇതിന് ഇരയായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പെൺകുട്ടികളെല്ലാം മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വന്നതാണ്. 18,000 അല്ലെങ്കിൽ 20,000 രൂപ ശമ്പളത്തിന് TCS ക്യാമ്പസിനുള്ളിൽ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാകുമല്ലോ. ആ ഇൻ്റർവ്യൂ സമയത്ത് ഇവരുടെ ദൗർബല്യങ്ങൾ ഒരു HR കൃത്യമായി മനസ്സിലാക്കുന്നു. അവൾ തന്നെ അവൾക്ക് യാതൊരുവിധ ബഹുമാനവും നൽകേണ്ടതില്ല. നിദാ ഖാൻ എന്നാണ് അവളുടെ പേര്. യഥാർത്ഥത്തിൽ ഈ HR എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? പോഷ് എന്നൊരു നിയമമുണ്ട്, POSH. ഈ കോർപ്പറേറ്റ് ലോകത്ത് ആരെങ്കിലും മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് ഉടൻ തന്നെ HR-നെ അറിയിക്കണം. HR അത് ഒട്ടും വൈകാതെ അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു കാലതാമസവും പാടില്ല എന്നതാണ് ഈ പോഷ് എന്ന നിയമം അനുശാസിക്കുന്നത്. പോഷ് എന്ന ഈ നിയമത്തെക്കുറിച്ച് നിദാ ഖാന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യമായും അവൾക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും ചേർന്ന് എന്താണ് ചെയ്തത്? അവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ അവർ ലക്ഷ്യമിട്ടു. അവരെ വശീകരിച്ചെടുക്കുന്നതിൽ ഇവർ മിടുക്കന്മാരായിരുന്നു. ഇങ്ങനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതെല്ലാം കോർപ്പറേറ്റ് ലോകത്ത് സർവ്വസാധാരണമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതേ സുഹൃത്തുക്കളെന്ന നിലയിൽ ഒരു പരിധിവരെ ഇത് സാധാരണമാണെന്ന് പറയാം. ഈ ഗ്രൂപ്പ് അത്തരത്തിലുള്ള ഒരു സാധാരണ ഗ്രൂപ്പ് ആയിരുന്നില്ല. ഇവർ എന്താണ് ചെയ്തതെന്നാൽ തങ്ങൾ കാണുന്ന പെൺകുട്ടികളുടെ ദൗർബല്യങ്ങൾ പതുക്കെ മനസ്സിലാക്കി ആ ദൗർബല്യങ്ങൾ ഉപയോഗിച്ച് തന്നെ അവരെ തങ്ങളുടെ കാൽക്കീഴിലാക്കി. അങ്ങനെ വീഴാത്ത പെൺകുട്ടികളുണ്ടാകുമല്ലോ, അതായത് ഇത്തരം പ്രവൃത്തികളെ എതിർത്ത് മാറി നടക്കുന്നവർ. അവർക്ക് അമിതമായ മാനസിക സമ്മർദ്ദം നൽകുകയും അമിതമായ ജോലിഭാരം നൽകുകയും ചെയ്യും. നീ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങുന്നില്ല, എൻ്റെ നിയന്ത്രണത്തിൽ വരുന്നില്ല, എന്നാൽ ഈ ജോലികളൊക്കെ ചെയ്യുക, ഓവർ ടൈം ചെയ്യുക, രാവിലെ നേരത്തെ വാ എന്നൊക്കെ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിലാക്കും. ഇങ്ങനെ ഇവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഉൾപ്പെടുത്തി. അതിൽ 2 പേരെ അവളെ ലക്ഷ്യമിടാനായി ചുമതലപ്പെടുത്തും. ഒരാൾ ഹീറോ ആയും മറ്റൊരാൾ വില്ലനായും അവിടെ തോന്നിക്കണം. ഈ ഹീറോ വില്ലൻ സങ്കല്പത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഓഫീസിനുള്ളിൽ സംസാരിക്കുമ്പോൾ ഹീറോ ആയി തോന്നുന്ന ആളുമായി പെൺകുട്ടി വളരെ വേഗം അടുക്കാൻ തുടങ്ങും. അങ്ങനെ അടുക്കാൻ തുടങ്ങിയതിന് ശേഷം തങ്ങളുടെ കാമപൂർത്തീകരണത്തിനായി ആ പെൺകുട്ടിയെ ഇവർ ഉപയോഗിക്കും. അങ്ങനെയല്ലെങ്കിൽ അവളുടെ മതവിശ്വാസത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങും. അവിടെയുള്ള പെൺകുട്ടികളെ ഹിജാബ് ധരിപ്പിച്ച് ഭംഗി നോക്കുന്ന എന്ന ബേജനെ അവരുടെ വസ്ത്രധാരണ രീതിയെ പൂർണ്ണമായി മാറ്റി അത് വെച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്നത് TCS ക്യാമ്പസിനുള്ളിലാണ്. അങ്ങനെ അവിടെയുള്ള ഒട്ടേറെ പെൺകുട്ടികൾ ഇപ്പോൾ സത്യം ഓരോന്നായി തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആ തൗസീഫ് എന്നവന്റെ ഫോൺ പരിശോധിച്ച് അതിലുള്ള ഫോട്ടോകൾ തെളിവായി സ്വീകരിച്ച് അടുത്ത FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഇരയായ പെൺകുട്ടികളെ ആരും തന്നെ TCS ഓഫീസിലോ അല്ലെങ്കിൽ അവിടെയുള്ള HR-നോ പോഷ് പരാതി നൽകിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നൽകിയിരുന്നു എന്നതാണ് സത്യം. ഈ നിദാ ഖാൻ എന്ന് പറയുന്ന സ്ത്രീയോട് ഇവർ പലരും പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതികളെല്ലാം കേട്ട നിദാ ഖാൻ, അതായത് ചിലർ വാക്കാൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, മേഡം ഇതൊക്കെ ഇവിടെ വളരെ മോശമായി നടക്കുന്നു, വളരെ മോശമായി പെരുമാറുന്നു, തെറ്റായ രീതിയിൽ സ്പർശിക്കുന്നു, മോശമായി സംസാരിക്കാൻ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ പെൺകുട്ടികളോട് ഈ നിദാ ഖാൻ എന്ന രാക്ഷസി എന്ത് പറഞ്ഞതെന്നറിയാമോ? കോർപ്പറേറ്റ് ലോകത്ത് അതൊക്കെ സാധാരണമാണല്ലോ, കൂളായിരിക്കൂ, അവർ ഉയർന്ന പദവികളിലാണ് ഇരിക്കുന്നത്, നല്ല പ്രൊഫൈലാണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവരാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ പൊരുത്തപ്പെട്ടു പോയാൽ എന്താ എന്ന രീതിയിലുള്ള മറുപടിയാണ് അവർ നൽകിയത്. അതായത് ഈ ഗ്രൂമിംഗ് ഗാങ് പൂർണ്ണമായും ഒരു സംഘമായി. അപ്പോൾ ഇവരെല്ലാവരും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരായതുകൊണ്ട് ഇത് പുറം ലോകം അറിയാതെ തന്നെ 4 വർഷം കടന്നുപോയി. ആ അച്ഛൻ്റെയും അമ്മയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ TCS നാസിക്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നതായി പുറം ലോകം അറിയുന്നത്. ഇത് പ്രചരിക്കാൻ തുടങ്ങിയതു മുതൽ IT മേഖലകളിൽ ജോലി ചെയ്യുന്ന പലരും പലയിടത്തായി സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഓഫീസിലും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന നിരവധി ആരോപണങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. TCS-ൻ്റെ സെക്രട്ടറിമാർ, TCS-ൻ്റെ തലവന്മാർ, അവിടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരൊക്കെ പരിഭ്രാന്തരായി. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരം തെറ്റുകൾ നടന്നതായി ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കുറ്റക്കാരായ എല്ലാവരെയും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നാൽ 0 ടോളറൻസ് ആണ്. എല്ലാം ഞങ്ങൾ പുനഃപരിശോധന നടത്തുന്നുണ്ട് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പോഷ് പരാതികൾ കോർപ്പറേറ്റ് ലോകത്ത് എത്ര പേർ നൽകിയിട്ടുണ്ട്, എത്ര പേരുടെ പരാതികൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതെല്ലാം ഉടൻ തന്നെ ഓഡിറ്റ് ചെയ്യണമെന്ന ഉത്തരവുകൾ കർക്കശമായി നൽകിയിട്ടുണ്ട്. ഇതുപോലെ പല സ്ഥാപനങ്ങളിലും പല വ്യക്തികളും ഇരയായിട്ടുണ്ടാകാമെന്ന് മനസ്സിലാകുമ്പോൾ ഇത് ലോകത്തിൽ തന്നെ ഒരു വലിയൊരു ചർച്ചാ വിഷയമായി മാറേണ്ടതാണ്. ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു കാര്യം ഒരു സാധാരണ സംഭവമല്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ഇത് സഹിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനിത് സഹിച്ചു എന്ന മൊഴി നൽകിയ നിരവധി പെൺകുട്ടികളെ ഈ TCS നാസിക് കേസിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ ഒരു ഗാങ്ങായി മാറി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഈ പെൺകുട്ടികളെ ആസൂത്രിതമായി ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നാം എല്ലാവരും ശക്തമായി അപലപിക്കണം. ഇത് പെൺകുട്ടികൾക്ക് സംഭവിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് സംഭവിച്ചതുകൊണ്ട് എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതും കോർപ്പറേറ്റ് സ്ഥാപനത്തിനുള്ളിൽ വന്ന് മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനം സൃഷ്ടിച്ച്
അതിലൂടെ തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ഈ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്നവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് അതിനൊരു വഴിത്തിരിവായി മാറും. പലരും ഇന്ന് വയറ്റിൽ തീ കോരിയിട്ട അവസ്ഥയിലായിരിക്കും. ഇതുപോലുള്ള സത്യങ്ങൾ പുറത്തു വരുമെന്ന തരത്തിലുള്ള പല സംഭവങ്ങളും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് TCS നാസിക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഈ ഗ്യാങ് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതെല്ലാം തുടർന്നുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് അറിയാം. ഉപദേശം എന്നതിനേക്കാൾ ഉപരി 20-21 വയസ്സായാൽ അവർക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകണം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. പക്ഷേ ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കി നിങ്ങളെ ഒരാൾ വശീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും യഥാർത്ഥ പ്രണയമായിരിക്കില്ല. അവരുടെ വിശപ്പിനെ നിങ്ങൾ ഇരയായി മാറുന്നത് ഒഴിവാക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.